மட்டும் என்னால் சொல்ல முடியும். പ്രത്യേകിച്ച് ഒരു വാക്ക് എന്നെ കൊണ്ട് പറയാൻ സാധിക്കും. அந்த ஊழியரோடு நிற்கிறது எனக்கு பெரிய சந்தோஷம். പ്രിയ ദേവദാസനോട് ചേർന്ന് നിൽക്കുന്നത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. இந்த 2025 பொள்ளாச்சியில் ஃபர்ஸ்ட் மீட்டிங். പൊള്ളാച്ചിയിലെ ഞാൻ കടന്നു വരുന്ന ആദ്യത്തെ മീറ്റിംഗ് ആണ്. 8 വർഷமா വന്നിട്ടിരിக்கிறேன். 8 വർഷമായി ഞാൻ തുടർച്ചയായിട്ട് പൊള്ളാച്ചിയിൽ വരുന്നുണ്ട്. எனக்கு 2025 இது ஃபர்ஸ்ட் மீட்டிங். പക്ഷേ 2025 ഇത് ആദ്യത്തെ മീറ്റിംഗ് ആണ്. நான் விசுவாசிக்கிறேன் ഇതിലിருந்து கர்த்தர் இந்த பட்டணங்களில் பயங்கர கிரியைகளை கர்த்தர் செய்யும். ഞാൻ വിശ്വസിക്കുന്നു ഇത് മുതൽ കൊണ്ട് ഈ പട്ടണത്തിൽ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. അവൻ കാലയിൽ നമ്മൾ சொன்னது போல രാവിലെ നമ്മൾ സംസാരിച്ചതുപോലെ ഒന്ന് കർത്തർ நம்ம கையில் ஒரு ஆயுதம் தருவார். ഒന്നുകിൽ കർത്താവ് നമ്മുടെ കരങ്ങളിൽ ഒരു ആയുധം തരും, അല്ലെങ്കിൽ ദൈവം നമ്മളെ ഒരു ആയുധമായി കർത്തർ മാറ്റും, അല്ലെങ്കിൽ ദൈവം നമ്മെ ഒരു ആയുധമാക്കി മാറ്റും. ആണ്ടവൻ നമ്മളെ താயின் ഗർഭത്തിൽ തിരഞ്ഞെടുത്തത് ഉണ്മയാണെങ്കിൽ, ദൈവം നമ്മെ അമ്മയുടെ ഉദരത്തിൽ തിരഞ്ഞെടുത്തത് സത്യമാണെങ്കിൽ, ഇത് രണ്ടിൽ ഏதாவது ഒന്ന് നമ്മുടെ ലൈഫിൽ നടക്കും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി നടക്കും. இன்னைக்கு ராத்திரி பயப்பட வேண்டாம். ഇന്ന് രാത്രി നിങ്ങൾ പേടിക്കേണ്ട. ஒன்று உங்க கையில் ஒரு ஆயுதத்தை கர்த்தர் தருவார். ഒന്ന് നിങ്ങളുടെ കരങ്ങളിൽ ദൈവം ഒരു ആയുധം തരും. இல்லை என்றால் கர்த்தர் உங்களை ஆயுதமாய் மாற்றும். അല്ലെങ്കിൽ നിങ്ങളെ ദൈവം ഒരു ആയുധമായി മാറ്റും. 2025 ഇത് കൺഫേം നടക്കാൻ പോകുന്നു. 25 ഇത് നിശ്ചയമായി നടക്കാൻ പോകുന്നു. യാതൊരു മാറ്റമില്ല. ഇതിന് യാതൊരു മാറ്റവുമില്ല. ഇതിൽ യാതൊരു സംശയവുമില്ല. ഇതിന് സംശയങ്ങളൊന്നുമില്ല. സന്ദേഹവുമില്ല. ഇതിന് ഏതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. அதனால நம்ம காலையில வாசித்த அதே வசனத்தை மறுபடியும் book of Joel chapter 3 verse 10 again நம்ம வாசிக்க போகிறோம். உங்கள் மண்வெட்டிகளை பட்டயங்களாகவும் உங்கள் அரிவாள்களை ஈட்டிகளாகவும் அடியுங்கள். பலவீனனும் தன்னை பலவான் என்று சொல்வானாக. மலையாளத்தில் உங்களுடைய கொழுக்களே வாளகளாயும் வாக்கத்திகளே குண்டங்களாயும் அடிப்பி. ஹல்லேலூயா. சத்தம் வரலே சொல்லுங்க பார்க்கலாம். நம்ம காலையில வாசித்த அதே செய்திக்குள் மடங்கி வருகிறோம். ഇന്ന് രാവിലെ വായിച്ച അതേ സന്ദേശത്തിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. காலையில நம்ம தியானிச்சோம். രാവിലെ നമ്മൾ ഇങ്ങനെ ധ്യാനിച്ചു, நம்ம கையில் தெய்வம் தந்த ஆயுதம், നമ്മുടെ കരങ്ങളിൽ ദൈവം തന്ന ആയുധം. யோசபாத்துக்கு விரோதமாய் യഹോശാഫാത്തിന് വിരോധമായി அம்மோனிய சக்திகள், അമോന്യ ശക്തികൾ, மோவாபிய சக்திகள் മോവാബ്യ ശക്തികൾ யெகோஷாபாத்துக்கு விரோதமாய் எழும்பி வந்தபோது, യഹോശാഫാത്തിന് വിരോധമായി എഴുന്നേറ്റപ്പോൾ யெகோஷாபாத்தின் கையில் ஒரு ஆயுதத்தை தெய்வம் கைமாறியிருந்தார். യഹോശാഫാത്തിന്റെ കയ്യിൽ ഒരു ആയുധം ദൈവം കൈമാറിയിരുന്നു. அது ஆராதனை என்கிற ஒரு ஆயுதம். അത് ആരാധന എന്ന് പറയുന്ന ഒരു ആയുധമാണ്. ஆமென். அவர்கள் ஒன்று கூடி ஆராதிக்க ஆரம்பித்த போது, അവർ ഒരുമിച്ച് ചേർന്ന് ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ശത്രുക്കൾ തங்களுக்குள் வெட்டுண்டு மடிந்து போனார்கள். ശത്രുക്കൾ തമ്മിൽ വെട്ടി അത് അവസാനിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. இதுதான் கர்த்தர் ஆயுதங்களாய் கர்த்தர் நம்மளை மாற்றி இருக்கிறார். ഇതാണ് ദൈവം ആയുധമാക്കി നമ്മളെ മാറ്റിയിരിക്കുകയാണ്. இதுதான் கர்த்தர் நம்ம கையில தந்திருக்கிற ஆயுதம். ഇതാണ് കർത്താവ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ആയുധം. ஆமென். ആമേൻ. പക്ഷേ ഇന്ന് രാത്രി இன்னைக்கு இரவுல ഇന്ന് രാത്രി നമ്മളെ கர்த்தர் ஒரு ஆயுதமாய் மாற்ற போகிறார். നമ്മെ കർത്താവ് ഒരു ആയുധമാക്കി മാറ്റാൻ പോകുകയാണ്. இன்னைக்கு நைட்ல இந்த மெசேஜ் முடியல அப்படினா, ഇന്ന് രാത്രി ഈ സന്ദേശം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ രാത്രി നമ്മളെ கர்த்தர் ஆயுதமாய் மாற்றுகிறதை இன்னும் விரிவாய் பார்க்க போகிறோம். നാളെ രാത്രിയിൽ നമ്മെ ദൈവം ആയുധമായി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പിന്നെ വിശാലമായി ചിന്തിക്കാൻ പോവുകയാണ്. நமக்கு முன்பதாக இருக்கிற 1 மணி நேரமுடைய கவனங்கள் இங்கே திரும்பட்டும். നിങ്ങളുടെ അടുത്ത 1 മണിക്കൂർ നിങ്ങളുടെ ശ്രദ്ധയെ ഇങ്ങോട്ട് വരട്ടെ. ஹalleluya. சத்தமரலே சொல்லுங்க பாக்கலாம். சத்தத்தை உயர்த்துவரலே சொல்லுங்க. காலையில் எத்தனை பேருக்கு இழந்து போன ஆயுதத்தை கர்த்தர் கரத்தில் தந்தார்? ഇന്ന് രാവിലെ എത്ര പേർക്ക് നഷ്ടപ്പെട്ട ആയുധത്തെ കർത്താവ് തിരിച്ചു മരങ്ങളിലേക്ക് ഏൽപ്പിച്ചു? உண்மையுள்ள இதயத்தோடு சொல்லுங்க பாக்கலாம். വിശ്വാസ ഹൃദയത്തോടെ പറഞ്ഞാട്ടെ. எத்தனை பேருடைய கரத்திலே கர்த்தர் இழந்து போன ஆயுதத்தை தந்தார்? സത്യസന്ധമായി പറഞ്ഞാട്ടെ, എത്ര പേരുടെ കരങ്ങളിലേക്ക് നഷ്ടപ്പെട്ട ആയുധത്തെ ദൈവം തിരിച്ചേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നു. 2024 വரைக்கும் அவன் இழந்த ஆயுதத்தை அங்கே ஒரு கொப்பை வெட்டி போட்டு மிடுங்கிற யோர்தானுடைய கரத்திலிருந்து மடக்கி கொடுத்தார். 2024 വരെ നമ്മളുടെ കൈകൾ നഷ്ടപ്പെട്ടു പോയ ആയുധങ്ങളെ യോർദാൻ വിഴുങ്ങിക്കളഞ്ഞെങ്കിൽ ഒരു കൊമ്പ് വെട്ടി അതിനകത്തോട്ടിട്ട് അതിനെ മടക്കി പ്രാപിക്കുന്ന പകലായിരുന്നു. എന്നാൽ 2025 2025 ദൈവം உங்களை ஒரு ஆயுதமாய் மாற்ற போகிறார். നിങ്ങളെ ദൈവം ഒരു ആയുധമാക്കി മാറ്റാൻ உங்களை ஒரு ஆயுதமாய் கர்த்தர் மாற்ற போகிறார். നിങ്ങളെ കർത്താവ് ഒരു ആയുധമാക്കി മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. நம்மளுடைய கையில தருகிற ஆயுதத்திற்கும், നിങ്ങൾ നമ്മുടെ കരങ്ങളിൽ തരുന്ന ആയുധത്തിനും, நம்மளே கர்த்தர் ஆயுதங்களாய் மாற்றுவதற்கும், നമ്മളെ തന്നെ ഒരു ആയുധമായി മാറ്റുന്നതിനും எப்படி ஒரு ஆயுதமாய் மாற வேண்டுமானால் ப்ராசஸ் உண்டு. എങ്ങനെ ഒരു ആയുധമായി മാറണോ അതിന് ചില പ്രവർത്തനങ്ങളുണ്ട്. ப்ராசஸ் இல்லாமல் ஒரு ஆயுதம் இல்லை. ഒരു പ്രോസസ്
അതിന്റെ ഒരു പ്രവൃത്തിയില്ലാതെ ഒരു ആയുധം ഉണ്ടാകുകയില്ല. പ്രോസസ് ഇല്ലാமல் ഒരു ആയുധം ഇല്ല. ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോകാതെ ആയുധം ഉണ്ടായി വരില്ല. ഒരു ഉദാഹരണം, ഒരു കത്തി അതൊരു ആയുധം, അതൊരു ആയുധമാണ്. അത് നമ്മുടെ വീട്ടിൽ കാய்கறി വെട്ടും, പച്ചക്കറികൾ മുറിക്കും, എല്ലാ വേലകളും ഒരു കത്തി ചെയ്യും, എല്ലാ ജോലികളും അതുകൊണ്ട് ചെയ്യും. இந்த கத்தி ஒரு கத்தி என்கிற ஆயுதமாய் மாறுவதற்கு முன்பதாய் ഈ കത്തി എന്നുള്ള ഒരു ആയുധമായി രൂപാന്തരപ്പെടുന്നതിന് മുൻപ് அது இரும்பாய் இருந்தது. അതൊരു ഇരുമ്പ് കഷ്ണമായി. அதை കൊല്ല കയ്യിലെടുത്ത് തന്റെ കയ്യിലെടുത്ത് ഒരു തീക്കുള്ള വെച്ച് അത് തീക്കകത്ത് വെച്ച് അതിനെ പഴുപ്പിച്ച് അത് വെളിയിലെടുത്ത് തനക്ക് വേണ്ടിയ ആയുധമായി அதை അടിത്തതിനാல தான் തനിക്ക് ആഗ്രഹമുള്ള പോലെ ഒരു ആയുധമായി അതിനെ അടിച്ച് പരത്തി ഇരുമ്പ് കത്തിയായി മാറുന്നത്. ഇന്ന് രാത്രി இந்த ராத்திரி ഇരുമ്പായിരിക്കുന്ന നിങ്ങളെ ഒരു മെറ്റലായിരിക്കുന്ന ഉങ്ങളെ ഒരു ഇരുമ്പ് കഷ്ണമായിരിക്കുന്ന നിങ്ങളെ ദൈവം ആണ്ടവർക്ക് വേണ്ടിയ ആയുധമായി ദൈവത്തിലേക്ക് രാത്രി മാറ്റാൻ പോകുകയാണ്. ദൈവത്തിന് ആവശ്യമുള്ള ഒരു ആയുധമായി ഇന്ന് രാത്രി പണിതെടുക്കാൻ പോകുകയാണ്. അവർക്ക് വേണ്ടിയ ആയുധമായി കർത്താവ് മാറ്റാൻ പോകുകയാണ്. ദൈവത്തിന് വേണ്ടുന്ന ഒരു ആയുധമായി കർത്താവ് മാറ്റാൻ പോകുകയാണ്. എന്ത് ആയുധം യാർ കരത്തിൽ ഇരിക്ക വേണ്ടും എന്നത് ഉണ്ട്. ഏത് ആയുധം ആരുടെ കയ്യിൽ ഇരിക്കണമെന്നതിന് ഒരു പദ്ധതിയുണ്ട്. ഇപ്പൊ ഞങ്ങൾ വരുമ്പോൾ പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൽ ഒരു രണ്ടുപേരെ വണ്ടിയിൽ ഏറ്റുമ്പോൾ പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൽ രണ്ടുപേരെ വണ്ടിയിലേക്ക് കയറ്റുമ്പോൾ കണ്ണു മുന്നാടി ഒരു കർഷകൻ വ്യവസായി ഞങ്ങളുടെ കൺമുമ്പിൽ ഒരു കൃഷിക്കാരൻ മൺവെട്ടിയെ തോളിൽ വെച്ചുകൊണ്ട് നടന്നു പോകുന്നത് ഞാൻ പാത്തു. ഒരു മൺവെട്ടി തോളിൽ വെച്ചുകൊണ്ട് നടന്നു പോകുന്നത് ഞാൻ കണ്ടു. ഇപ്പൊ വരുമ്പോ പാർത്ത കാഴ്ചയത് ഇപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ്. ഒരു മൺവെട്ടി ഒരു വ്യവസായി ഒരു കൃഷിക്കാരൻ തോളിൽ വെച്ച് നടന്നു പോകുന്നത് ഞാൻ കണ്ടു. ഉടനെ இந்த മൺവെട്ടിയെ അവൻ ഒരു പടയാളികൾ കയ്യിലെടുക്ക മാട്ടാர்கள். മൺവെട്ടിയെ ഒരിക്കലും ഒരു പട്ടാളക്കാരനും കയ്യിലെടുക്കുകയല്ല. സത്യമാണോ? ഇതുവരെ ഒരു പട്ടാളക്കാരനും കയ്യിൽ മൺവെട്ടി വെച്ച് ഞാൻ കണ്ടിട്ടില്ല. ഒരിക്കലും ഒരു മിലിറ്ററിക്കാരനും തോളെ മൺവെട്ടി വെച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ടില്ല. മൺവെട്ടി വെച്ചിരിക്കുന്നത് ഒരു വ്യവസായി. മൺവെട്ടി കണ്ടാൽ അവനൊരു കൃഷിക്കാരനാണ്. നീ ആദ്യം രക്ഷിക്കപ്പെടുമ്പോൾ നീ കർത്താവിലേക്കുള്ള വരുമ്പോൾ ആദ്യമായി കർത്താവിലേക്ക് വരുമ്പോൾ ദൈവം ഒരു ചിന്ന ആയുധത്തെ കയ്യിൽ തരുവാ. ദൈവം ചെറിയ ഒരു ആയുധത്തെ കയ്യിൽ തരും. എനിക്ക് தெரியுமா? എന്തിനാണെന്നറിയാമോ? മീനാക്ഷിപുരത്തെ ഒന്ന് ക്ലീൻ ആക്കാൻ, മീനാക്ഷിപുരത്തെ ഒന്ന് ശുദ്ധീകരിക്കാൻ, മീനാക്ഷിപുരത്തെ കളവെട്ട, മീനാക്ഷിപുരത്തെ കളകളൊക്കെ വെട്ടിക്കളയാം. ഈ ഒരു ദൂത് നിങ്ങളുടെ കൈമാറണം. ഇത് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കത്തൻ എന്റെ കണക്ക് കേൾപ്പാണ്. ഇത് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോയ ദൈവം എന്നോട് കണക്ക് ചോദിക്കും. ഇത് നിങ്ങൾ വാങ്ങാൻ പോകണം ഉങ്ങളുടെ കത്ത കണക്ക് കേൾപ്പാണ്. ഇത് നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ നിങ്ങളോട് കണക്കാത്ത കണക്ക് ചോദിക്കും. രണ്ടുപേർക്ക് കണക്കുണ്ട്. നമുക്ക് രണ്ടുപേർക്ക് കണക്ക് കൊടുക്കണം. അത് എന്റെ കണക്ക് കേൾപ്പാണ്, എന്നോട് കണക്ക് ചോദിക്കും. ഉങ്ങളുടെ കണക്ക് കേൾപ്പാണ്, നിങ്ങളോട് കണക്ക് ചോദിക്കും. അതുകൊണ്ട് ഒന്ന് കയ്യിൽ ആയുധത്തെ വാങ്ങിയത്, ഒന്ന് കയ്യിൽ ആയുധത്തെ എടുത്തു, അല്ലെങ്കിൽ നിന്നെ ആയുധമാക്കി വീട്ടിൽ പോകുക, അല്ലെങ്കിൽ നിന്നെ ഒരു ആയുധമാക്കി മാറ്റിക്കൊണ്ട് വീട്ടിലേക്ക് പോകുക. 2025 നമ്മെ കൊണ്ട് ദൈവം ചെയ്യപ്പെടുന്നത് കണ്ടിപ്പായി ഉറുതിയാക്കപ്പെടുகிறது. 2025 ദൈവം നമ്മെ കൊണ്ട് ഉറപ്പിക്കുകയാണ്. മീറ്റിംഗ് കഴിഞ്ഞ് പോണപ്പോ എന്നെ ഉറങ്ങലിക്ക് പോലും ദൈവം അനുവദിക്കില്ല. ഇന്ന് ഉച്ചക്കത്തെ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് റൂമിൽ പോയി എന്നെ ഉറങ്ങാൻ പോലും ദൈവം സമ്മതിച്ചില്ല. ഉച്ചയ്ക്ക് സാപ്പാട് സാപ്പിട്ടത് 4 മണി ആച്ചി. ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചപ്പോൾ 4 മണിയായി. മീറ്റിംഗ് കഴിഞ്ഞപ്പോ 2:30. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ 2:30. അവിടെ പോണപ്പോ 3:30. അവിടെ ചെന്നപ്പോ 3:30. എല്ലാം കഴിഞ്ഞ് ഫുഡ് എടുത്തപ്പോ 4 മണി. എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചപ്പോൾ 4 മണി. ഉടനെ അടുത്ത് പരിശുദ്ധാത്മാവിനെ അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനെ നിർബന്ധിച്ചു. ഇന്ന് രാത്രി ഉങ്ങളെ ആയുധമായി മാറ്റുവதற்கு കർത്താവ് ഒരു പ്രോസസ് ആരംഭിക്കാൻ പോകുന്നത്. നിങ്ങളെ ഒരു ആയുധമാക്കി മാറ്റുവാൻ ദൈവം ചില പദ്ധതികളിൽ കൂടി ആരംഭിക്കാൻ പോകുന്നു. ജോയൽ ചാപ്റ്റർ 3 വേഴ്സ് 10 നമ്മൾ ഈ യോവേൽ 3:10 ദൈവം തെളിവായി சொல்லுகிறார். ദൈവം വ്യക്തമായി പറയുന്നു, ഉங்கள் മൺവെട്ടികളെ, നിങ്ങളുടെ മൺവെട്ടികളെ, നിങ്ങളുടെ മൺവെട്ടികളെ പട്ടയങ്ങളാക, അതിനെ വാളുകളാക്കി മാറ്റുക, വാളുകളാക്കി മാറ്റുക. ഉங்கள் മൺവെട്ടികളെ, ഒരുമിച്ച് പറയുന്നു, ഞങ്ങളുടെ മൺവെട്ടികളെ പട്ടയങ്ങളായി ദൈവം മാറ്റുകയാണ്. വാളുകളാക്കി കർത്താവ് മാറ്റാൻ പോകുകയാണ്. உங்களுக்கு ഒരു സിമ്പിൾ ഉദാഹരണം சொல்றேன். ഒരു ചെറിയ ഉദാഹരണം പറയുകയാണ്. ഇരുമ്പ് ആയുധമായി മാറ വേണ്ടുമാനാൽ, ഇരുമ്പ് ആയുധമായി മാറണമെങ്കിൽ ഇരുമ്പ് തീക്കുള്ള പോകണം, ഇരുമ്പ് തീക്കകത്തോട്ട് പോകണം. നീ ആയുധമായി മാറ വേണ്ടുമാനാൽ
நீங்கள் ஆயுதமாய் மாற வேண்டும். നിങ്ങൾ ഒരു ആയുധമായി മാറണമെങ്കിൽ நீங்கள் தீக்குள்ள போகணும். നിങ്ങൾ തീക്കകത്ത് പോകണം. മനസ്സിലാകുന്ന മാത്രം കൈ ഉയർത്തുവാൻ മനസ്സിലാകുന്ന മാത്രം കരങ്ങൾ ഉയർത്തി ഇരുമ്പ് ആയുധമായി മാറ വേண்டுമാனால் ഇരുമ്പ് ആയുധമായി മാറണം. ഇരുമ്പ് തീക്കുള്ള പോകണം. ഇരുമ്പ് തീക്കകത്തോട്ട് കയറണം. നമ്മൾ ആയുധമായി മാറ വേண்டுമാனால் നമ്മൾ ആയുധമായി മാറണം. நம்ம தீக்குள்ள போக வேண்டும். നമ്മൾ തീക്കകത്തോട്ട് പോകണം. എന്നാൽ ഇന്നത്തെ രാത്രി ആണ്ടവൻ சொல்லுகிறார், എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, உங்களை தெய்வம் ஆயுதமாய் மாற்ற போகிறார் என்றால் നിങ്ങളെ ദൈവം ആയുധമാക്കി മാറ്റുന്നെങ്കിൽ 2025 ദൈവം നിന്നെ തീയിലകത്ത് വെക്കാൻ പോകുക. ദൈവം നിന്നെ തീക്കകത്തോട്ട് വെക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്തോഷപൂർവ്വമായി ചൊല്ലുക. ഹല്ലേലൂയ. ஆண்டவர் சொல்றாரு, എന്താ പറയുന്നു? മൺവെട്ടി എன்கிற ആയുധത്തെ முதல்ல உன் கையில தந்தேன். മൺവെട്ടി എന്നുള്ള ഒരു ആയുധത്തെ നിന്റെ കയ്യിലോട്ട് ആദ്യം തന്നു. ഇത് രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം നമ്മുടെ കയ്യിல തന്ന ആയുധം. രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം നമ്മുടെ കയ്യിലോട്ട് തന്ന ആയുധമാണത്. இருக்கிறீங்களா? மண்வெட்டி எங்க இருக்கும்? உங்க வீட்டுல அலமாரி. മൺവെട്ടി നിങ്ങളുടെ വീട്ടിൽ എവിടെ വെക്കുന്നത്? അലമാരിയിലാണോ? மண்வெட்டி எங்க இருக்கும்? മൺവെട്ടി എവിടെയാ വെക്കുന്നത്? எங்க இருக்கும்? சும்மா சொல்லுங்க. வீட்டுக்குள்ளயா? இதுவரைக்கும் எங்க வீட்டுல மண்வெட்டி இருக்கு. ഇത്രയും കാലം എന്റെ വീട്ടിൽ മൺവെട്ടിയുണ്ട്. இதுவரை எங்க அப்பா இந்த மண்வெட்டியை வீட்டுக்குள்ள கொண்டு வந்ததில்லை. ഇതുവരെയും മൺവെട്ടി എന്റെ പിതാവ് ഭവനത്തിനകത്ത് കയറ്റിയിട്ടില്ല. കാരണം എന്തുകൊണ്ടാ? இந்த மண்வெட்டியை அவன் மண்ணுகளையும் புழுக்களையும் களைகளையும் வெட்ட வேண்டிய ஆயுதம் அது. ഈ മൺവെട്ടി എന്ന് പറയുന്നത് മണ്ണിനെയും പുഴുവിനെയും കളയെയും വെട്ടാനുള്ള ആയുധമാണ്. പക്ഷേ ഇന്നത്തെ രാത്രി ആണ്ടവൻ சொல்லுகிறார், ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, മീനാക്ഷിപുരം തിരുച്ചഭയെ, മീനാക്ഷിപുരം സഭയെ, മീനാക്ഷിപുരം തിരുച്ചഭை മക്കളെ, മീനാക്ഷിപുരം സഭയിലുള്ള ദൈവമക്കളെ, മീനാക്ഷിപുരം ദേവനുடைய ஊழியர்களை, മീനാക്ഷിപുരത്തുള്ള കർത്താവിന്റെ ദാസരെ 2025 പട്ടയമാക്കാൻ ദൈവത്തിന് പദ്ധതിയാണ്. 2025 നിങ്ങളെ വാഴകളാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങളെ പട്ടയമാക്കാൻ പദ്ധതി. സ്വന്തം ദൈവത്തിന് നിങ്ങളെ വാഴകളാക്കി മാറ്റാൻ പദ്ധതിയുണ്ട്. 2024 ഡിസംബർ 31 രാത്രി 11:59 2024 ഡിസംബർ 31 രാത്രി 11:59 പരലോകം ഒരു കൗൺസിലിംഗ് കൂടിനത്. സ്വർഗത്തിൽ ഒരു കൗൺസിലിംഗ് കൂടിയിട്ട് പരലോകം ഒരു കൗൺസിലിംഗ് എടുത്തിട്ട് സ്വർഗത്തിൽ ഒരു കമ്മിറ്റി കൂടിയിട്ട് പരലോകം ഒരു തീരുമാനമെടുത്ത് 2025 മീനാക്ഷിപുരം IPC സഭയെ ഇനി മൺവെട്ടികളായിട്ടല്ല, ഇനി മൺവെട്ടിയായിട്ടല്ല, ഇന്ന് ദൈവം പട്ടയങ്ങളാക്കുക. നിന്റെ പൊസിഷൻ മാറുക, നിന്റെ സ്ഥാനം മാറുക, നിന്റെ ശുശ്രൂഷ മാറുക, നിന്റെ പണത്തിൽ ദൈവം ഉയർത്താൻ പോകുകയാണ്. കൈകളെ തട്ടി ആവിയെ നിറപ്പി മൺവെട്ടികൾ മുഴുവനും പട്ടയമാണ്. 2025 മാറാൻ പോകുകയാണ്. ദൈവം ശക്തമായി പറയുന്നു,